ഭീകരമായ അന്തരീക്ഷം. അതിനപ്പുറമാണ് ഈ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികമൊക്കെ ആഘോഷിക്കുകയും ഗുരുവിന്റെ ആ ഏകമത ദർശനം ലോകം മുഴുവൻ പ്രകാശിച്ചു തുടങ്ങുന്നതൊക്കെ ഈ കാലഘട്ടത്തിൽ നാം അറിയേണ്ടത് അരുവിപ്പുറത്ത് 1888 ഗുരു നമുക്ക് ശിവരാത്രി നാളില് ശിവനെ പ്രതിഷ്ഠിച്ച് തന്നിട്ട് അവിടെ കുറിച്ചു വെച്ചൊരു മഹാമന്ത്രമുണ്ട്. എന്താണെന്നറിയോ? അത് ജാതിഭേദം ചൊല്ലിക്കത്. ജാതിഭേദം സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. അത് അരുവിപ്പുറം മാത്രമാണോ മാതൃകാസ്ഥാനം എന്നാണോ? ഈ ലോകം, ഈ ലോകം, അതായത് മഹാഗുരുക്കന്മാർ പരബ്രഹ്മ സ്വരൂപികളാണ്. അവര് കാലത്തിന്റെ സൃഷ്ടാക്കളാണ്. അപ്പോ അവർ ഈ ലോകത്തേക്ക് അവതരിക്കുന്നത് ഈ ലോകത്ത് അധർമ്മം ഉണ്ടാകുമ്പോഴാണ്, മനുഷ്യന്റെ ജീവിതം ഇവിടെ ദുസ്സഹമാകുമ്പോഴാണ് അവർ വരുന്നത്. അവർ ജനിച്ച കുലം പവിത്രമാകുന്ന പറയാ അല്ലേ? അവരെ കേൾക്കുന്ന ജനങ്ങള് ആ ചെവിയിലൂടെ അവരുടെ വാക്കുകൾ കേൾക്കാൻ ഭാഗ്യമുള്ളവരുടെ ജന്മം സഫലമായി. ഇതിപ്പോ ഈ ഗുരുവിന്റെ സവിധത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ഏഴകളായി ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഭഗവാൻ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ആ ചൈതന്യം ഈ പ്രദേശത്ത് എത്രയോ തെളിവാർന്നതാകും. ഒരു സകല പാപക്കറകളെയും കഴുകി കളയുമാറ് ഈ ലോകത്തിന്റെ നെറുകയില് ഒരു ധർമ്മ പതാക പോലെ പാറിക്കളിക്കേണ്ട വാക്ക് ഇത് ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം. ലോകത്ത് മുഴുവൻ ഇത് പരക്കണം. കാരണം ഗുരുവിന്റെ ഈ ഏകത്വ ദർശനം കൊണ്ടല്ലാതെ ജാതി മത ഭേദ ചിന്തകൾ കൊണ്ടുള്ള കലഹങ്ങൾക്ക് ലോകത്ത് പരിഹാരം ഉണ്ടാവില്ല, ഒരു സംശയമില്ല. ശ്രീനാരായണ ധർമ്മത്തിലൂടെയും ആത്മോപദേശ ശതകം 44 മുതൽ 49 ശ്ലോകങ്ങളിലൂടെ വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ഗുരു പറഞ്ഞു വെച്ചത് ഭാഷാന്തരീകരണം നടത്തണം, പറഞ്ഞു കൊടുക്കണം. കാരണം ജാതി തിരിച്ചാണ് അത്രയും കൊന്നത്, ജാതി നോക്കിയിട്ടാണ് കൊല്ലുന്നത്. ഗുരു പറഞ്ഞു, ശ്രീനാരായണ ധർമ്മം 2ാം അധ്യായത്തിൽ ഗുരു പറഞ്ഞു തന്നു, ജാതി മത ദൈവ വിചാരം. 100ാം ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും അല്ലേ? ഉള്ളവരൊന്ന് കൈപ്പൊക്കാമോ? ശ്രീനാരായണ ധർമ്മം വീട്ടിലുള്ളവര് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളിവിടെ അറിയാത്തൊരു കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഇത് ഇല്ലാത്തവരൊരെണ്ണം വാങ്ങി വെക്കണം കേട്ടോ. ജീവിതത്തിന്റെ കൈപ്പുസ്തകമാണ്, മാനുവലാണ്, ഹാൻഡ്ബുക്ക്. ജനനം മുതൽ മരണം വരെ നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, ഏതാണ് ശരിയായ വഴി എന്ന് ഗുരു ഇതിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സന്യാസാശ്രമികൾക്ക് വരെ ഉള്ളവർക്ക് പഠിക്കാവുന്ന അറിയാവുന്ന മഹാഗുരുവിന്റെ ഉപദേശമാണത്. അപ്പോൾ പറഞ്ഞു വെച്ചത് ശ്രീനാരായണ ധർമ്മം 2ാം അധ്യായം ജാതി മത ദൈവ വിചാരത്തിലേക്ക് കടക്കുന്നുണ്ട് ഗുരു. അവിടെ ഗുരു പറയുന്നുണ്ട്, ജാതിയെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ പറയാ, അഹോ ജാതി പിശാചസ്യ ബാധയ കേജിത് മത്സരിണോ ഭൂത്വ ഹിംസത്യന്യാൻ അകിഞ്ചനാൻ. അതല്ലേ ഇന്നലെ സംഭവിച്ചത്? ജാതി പിശാച് ബാധിച്ച് സാധുക്കളായ ജനങ്ങളെ കൊന്നൊടുക്കുന്നു. അപ്പോ ജാതി മൂത്ത് ജാതി പിശാച് ബാധിച്ച് ജനങ്ങളെ കൊന്നെടുക്കുമ്പോൾ ഗുരു പറഞ്ഞു, ഈ ലോകത്ത് മനുഷ്യർക്ക് ഒറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യാണാം മനുഷ്യത്വം ജാതിഹി. എന്നാ നമ്മളിത് തിരിച്ചറിയുക? മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് ഗുരു ഭാരതീയ തർക്കശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരു ജാതി നിർണയവും ജാതി ലക്ഷണവും നമുക്ക് രചിച്ചു തന്നിട്ട് പറഞ്ഞു, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. അതായത് ഒരു മനുഷ്യൻ ജന്മം കൊള്ളുന്ന ആ ശരീരത്തിൽ തന്നെ മരണം വരെ നിൽക്കുന്നത് കൊണ്ട് അവന്റെ ജാതി മനുഷ്യത്വം. ഒരു പശു ജനിക്കുന്ന പശു മൃഗശരീരത്തിലാണെങ്കിൽ അതിന്റെ അവസാനം വരെ ആ ശരീരത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ ശരീരം പശുത്വം, അവന്റെ ജാതി പശുത്വം. ഇതിനപ്പുറമുള്ള ജാതികള് മനുഷ്യകൽപ്പിതമാണ്, അത് സത്യമല്ല ഗുരു പറയുക. അതിനുശേഷം മതം ഗുരു പറഞ്ഞു തന്നു. ഇന്നലെ സൂര്യശങ്കർ പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ മതത്തെ കുറിച്ച്. എന്താ മതത്തെ കുറിച്ച് പറഞ്ഞത്? അതായത് മതം എന്ന സംസ്കൃത പദത്തിനർത്ഥം അഭിപ്രായം എന്നാണ്.
എന്റെ മതമായിരിക്കില്ല നിങ്ങളുടെ മതം, മറ്റൊരാളുടെ മതം. അദ്ദേഹത്തിന്റെ മതമായിരിക്കില്ല വേറൊരാളുടെ മതം. അപ്പോ ഇവിടെ മഹാഗുരുക്കന്മാര്, ജീസസ് ആണെങ്കിലും നബിയാണെങ്കിലും രാമനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും അല്ലെ, ഗുരുദേവനാണെങ്കിലും ഒക്കെ ഓരോരോ കാലത്തില് വന്ന ഗുരുക്കന്മാര് ആ കാലത്തിന് അനുയോജ്യമായ നിയമസംഹിതകൾ പറഞ്ഞു വെച്ചു. അത് അവരുടെ മതമാണ്. അവര് പറഞ്ഞ് എല്ലാ മതങ്ങൾ, ഇപ്പൊ ജീസസ് പറഞ്ഞതും നബി പറഞ്ഞതും രാമൻ പറഞ്ഞതും കൃഷ്ണൻ പറഞ്ഞതും ഗുരു പറഞ്ഞതും എല്ലാ ഗുരുക്കന്മാർ, ആചാര്യര് പറഞ്ഞതും എല്ലാവരുടെയും അഭിപ്രായത്തിന്റെ പൊരുളെന്താ? ഏകമായ ഈശ്വരൻ. ആ ഈശ്വരനാണ് എന്നിലും നിന്നിലും പട്ടിയിലും പൂച്ചയിലും പ്രാണിയിലും ഒരു പുൽക്കുടിയെ പോലും ചലിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ നിലനിർത്തുന്ന ഏകമായ ചൈതന്യത്തെ കുറിച്ചല്ലേ ഈ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞു തന്നത്. ഭാഷ മാറിയെന്ന് മാത്രമേ ഉള്ളൂ, വാക്കുകൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അതാ ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നു, അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിനാം. തത്വവേദികളായ മഹാഗുരുക്കന്മാർ ഓരോ കാലഘട്ടത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങളാണ് മതം എന്ന് ഗുരു പറഞ്ഞു. എത്രയോ അർത്ഥമാറ്റം സംഭവിച്ചു പോകുന്നു. മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കുമ്പോൾ ഗുരു ഒരു ശാപവാക്ക് പോലെ സത്യമറിയാത്ത ഈ ലോകത്തോട് പറഞ്ഞു, പൊരുതു ജയിപ്പത സാധ്യം ഒന്നിനോടൊന്ന്, ഒരു മതവും പൊരുതാലൊടുങ്ങുകയില്ല, പരമതവാദി ഓർത്തിടാതെ പാഴേ പൊരുതി പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഞാൻ പറഞ്ഞത് ഇത് ഭാഷാന്തരീകരിക്കണം. 44 മുതൽ 49 വരെയുള്ള ശ്ലോകവും ശ്രീനാരായണ ധർമ്മത്തിലെ 2-ാം അധ്യായവും ഭാരതത്തിലെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യട്ടെ. എല്ലാ ഫോറിൻ ലാംഗ്വേജസിലേക്കും വിവർത്തനം ചെയ്യട്ടെ. ഓരോരുത്തരുടെ ചെവികളിലേക്ക് കർണാമൃതമായി അത് ഒഴിച്ചു കൊടുക്കൂ. ശാന്തിയും സമാധാനവും ഒക്കെ പുലരട്ടെ. ഭഗവാന്റെ വാക്കുകൾ ഗുരു നമ്മളോട് പറഞ്ഞു വെച്ചു. അതായത് പൊരുതു ജയിപ്പത് അസാധ്യം. നിങ്ങൾ ജയിച്ചോളൂ. ഇപ്പൊ നായരാണോ നമ്പൂതിരിയാണോ ക്രിസ്ത്യനാണോ അല്ലെങ്കിൽ ഇസ്ലാമാണോ ആരാണോ വലുതെന്ന് അറിയാൻ പൊരുതിക്കോളൂ. അവരവരുടെ മതത്തിൽ നിന്ന് പരസ്പരം ഫൈറ്റ് ചെയ്തോളൂ. പക്ഷേ ആരോട് ജയിക്കില്ല. ജയിപ്പത് അസാധ്യം. കാരണം എന്താണെന്നറിയോ? ഒരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. മതം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും, അതായത് പല പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നതാണല്ലോ ഒരു നദിയാകുന്നത്. പല പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന കുഞ്ഞു കൈ അരുവികള് ചേർന്നെത്തുന്നത് ഒരു മഹാസമുദ്രത്തിലാണ്. അതുപോലെ ഗുരു പറയുക, മുഹമ്മദീയരായാലും ബ്രഹ്മസമാജമാണെങ്കിലും ആര്യ സമാജമാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഹൈന്ദവരാണെങ്കിലും എല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് ഒറ്റ ഈശ്വരനെയാണ്. അവരാരും പറയണില്ല അവരുടെ മതത്തിൽ 2 ദൈവം ഉണ്ടെന്ന്. ഒരു ദൈവമേ പറയുന്നുള്ളൂ. പക്ഷെ അത് എന്റെ ദൈവമാണെന്നാ പറയണേ. അവിടെയാണ് കലഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും ഇത് വാദികളാരും അറിയുകയില്ല. ഇല്ല, ഇത് വാദികളാരും അറിയുകയില്ല. ഗുരു പറയുന്നത് ആത്മോപദേശ ശതകത്തിൽ 47-ാമത്തെ ശ്ലോകമാണ് അല്ലേ. ഒരു ഉരപ്പതെല്ലാവരും ഇത് വാദികളാരും ഓർക്കുകയില്ല, പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യമെന്ന ശേഷം. ഈ ഒരു ശ്ലോകം മതിയല്ല. എല്ലാവരും പറയും എന്റെ മതാണ് നല്ലതെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഇതാ നല്ലത്, ഇങ്ങോട്ട് വാ ഇവിടെ സ്വർഗം ഉണ്ടെന്നാ. പക്ഷെ ഇവരെല്ലാവരും പറയുന്ന ഏകമതം എന്റെയാണെന്ന് പറയുമ്പോൾ ഗുരു പറയുകയാണ് ഇവിടെ, അതായത് പരമതവാദമൊഴിഞ്ഞ ഗുരു, എല്ലാ മതങ്ങളുടെയും സത്ത ഒന്നാണെന്ന് അറിഞ്ഞ ഗുരു പറയുകയാണ്, ഇതിന്റെ രഹസ്യം ഉണ്ടല്ലോ, മതത്തിന്റെ രഹസ്യം മതപണ്ഡിതന്മാരാരും അറിയുന്നില്ല. കാരണം ഏകമായ ആത്മാവിനെയാണ് എല്ലാവരും പറയുന്നതെങ്കിൽ, എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം വയ്ക്കുന്നത് ആത്മസുഖമാണെങ്കിൽ, ആത്മമതം എന്ന ഒറ്റ മതമേ ഉള്ളൂ. ഗുരു പറയുക, ഒറ്റ മതമേ ഉള്ളൂ, ആത്മമതം. എല്ലാവരും സുഖമല്ലേ ഇവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഭഗവാന്റെ മുമ്പിൽ വരുമ്പോൾ ഇത്തിരി സുഖം കിട്ടുന്നുണ്ടെങ്കിൽ, ഭഗവാനെ കേൾക്കുമ്പോൾ ഇത്തിരിയൊക്കെ മനസ്സിന് ആനന്ദം കിട്ടുന്നുണ്ടല്ലേ നമ്മളിവിടെ വന്നത്. അപ്പൊ സുഖം ഇരിക്കുന്നത് ഉള്ളിലല്ലേ. എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത് ഈ സുഖമല്ലേ. സുഖം ആത്മനിഷ്ഠമല്ലേ. അപ്പൊ ആത്മമതമല്ലേ ഒറ്റ മതം ഉള്ളത്.
അല്ലേ? ഇതറിയാതെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം പോരടിച്ച് പൊരുതി മരിക്കുമ്പോൾ ഗുരു പറയുക, പല മത സാരവും ഏകമെന്നു പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധൻ എന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം. ഈ വാക്കുകള് നമ്മുടെയൊക്കെ കണ്ണുകളെ ഈറനണിയിച്ചുകൊണ്ട് കടന്നു പോകുന്ന വാക്കുകളാണ്. ഇപ്പോഴും ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ഓർത്തു പോകും, ഭഗവാനെ, ഇത് ഓരോരുത്തരുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഈ ശ്ലോകത്തിന്റെ ആശയം ഒന്ന് എത്തിയിരുന്നെങ്കിൽ, ഗുരു പറഞ്ഞു വെച്ചത് ഒന്ന് ആ ഹൃദയത്തിന് തെളിവാർന്ന് ഇരുന്നെങ്കിൽ എത്രയോ ആളുകളുടെ ആ മൃതശരീരങ്ങൾ ഇവിടെ വീഴില്ലായിരുന്നു, അല്ലെ? ഗുരു തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതിനെയും കണ്ട ഋഷീശ്വരനാണ്. ഗുരു നമ്മളെ എല്ലാവരെയും കണ്ടത് ഗുരുവായിട്ട് തന്നെയാ. ഒരു ഉറുമ്പിനെ കണ്ടതും തന്നിൽ നിന്ന് അന്യമല്ലാതെയാണ്. അതാണ് ഗുരു പറഞ്ഞത്, എന്താ പറയാ, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയാൻ കാരണം എന്താ? സകലരും ഒരേ ആത്മസ്വരൂപത്തിന്റെ